ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളുടെ ഫോൺ എനിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കണം. എന്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ അങ്ങനെയാണ്. ആരെങ്കിലും നമ്മുടെ കുട്ടീസ് എല്ലാം വീഡിയോസ് ഓൺ ആക്കുക. അങ്ങനെ ഇരിക്കട്ടെ, ഓരോരുത്തരായിട്ടൊന്ന് കാണട്ടെ. നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും വന്നം. കാർത്തിക ഉണ്ടെങ്കിൽ അൻവിതക്കുട്ടി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥിരം ആൾക്കാര്. കാർത്തിക് ഉണ്ട്. ഓക്കെ വരട്ടെ. അപ്പം ശ്രീപ്രിയ ഓൺ ആയിക്കോ. ശ്രീപ്രിയ, ഞാൻ ശ്രീപ്രിയനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ശ്രീപ്രിയക്കും എന്നെ അറിയാന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് പാരന്റ്സ് ഉണ്ടെങ്കിൽ പാരന്റ്സും കൂടി കുട്ടികളുടെ അടുത്തിരിക്കുക. കുട്ടികൾ മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ പാരന്റ്സിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ പാരന്റ്സ് കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കുക. പിന്നെ നമ്മള് എങ്ങനെയാണ് സെഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, അപ്പം 7:15 ആവാറായി, ഏകദേശം 7:30 വരെ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ എക്സാമിന് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യും. അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റ് നമ്മൾ എങ്ങനെ നമുക്ക് എക്സാമിന്റെ സ്ട്രെസ് അഥവാ ടെൻഷൻ മാറ്റാം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ സമയത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ എന്ത് പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക, പരമാവധി ചോദിക്കുക. ഡൗട്ട്സുകൾ നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകണം. ചിലപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെഷൻ തുടങ്ങാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കുക, എന്തിനാണ് എക്സാം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പം പരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഉദ്ദേശം തന്നെ ഒരു വർഷം നമ്മൾ പഠിച്ചതിന്റെ ആകെ തുകയായിട്ടുള്ള നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സോ 5ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ അവസാനത്തെ ആനുവൽ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെ? നമ്മൾ ഒരു കൊല്ലം എന്തൊക്കെ പഠിച്ചു അതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എക്സാമിന് എഴുതുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫുള്ള് പഠിക്കണം. ഇപ്പൊ ചില സ്കൂളുകളൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തരും. ഇത്ര പഠിച്ചാൽ മതി, ഈ ഏരിയനെ കൂടുതൽ ചോദിക്കത്തുള്ളൂ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും നമ്മളോട് ടെസ്റ്റ് ചെയ്യാണ്, നമ്മൾ എന്തോരം മനസ്സിലാക്കി എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ടീച്ചറിന്റെ ശത്രു ആവാനോ അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളുടെ ശത്രു ആവാനോ ഉള്ളതല്ല. മെയിൻ ആയിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തോരം മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തറിയാം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, അതിനുള്ള ഒരു നോളജ് ആണ് എക്സാം എന്ന് പറയുന്നത് അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം ഒരു സയൻസ് നിങ്ങൾ പഠിച്ചു, സയൻസിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം അറിഞ്ഞു എന്നുള്ളതാണ് ആ എക്സാം ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? സോഷ്യൽ സയൻസിൽ നിങ്ങൾ പഠിച്ചു, അതിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞു. മാത്സ്, അതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ് എക്സാം എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, പഠനം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്. ഒരു ജിമ്മിന് പോയിട്ട് നമ്മൾ ബോഡി നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണിയെടുക്കും അല്ലെ? നമ്മൾ ഡമ്പലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതേപോലെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ജിമ്മാണ് സത്യത്തിൽ വിദ്യാഭ്യാസം. ശരിയല്ലേ? മെന്റൽ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് അല്ലെ? ശരിയല്ലേ? നിങ്ങൾ തലയെങ്കിലും ആട്ടണേ. ശ്രീപ്രിയൊക്കെ തലയൊക്കെ ഒന്ന് ആട്ടണം. ശരിയല്ലേ? അല്ലേ കാർത്തിക? നമ്മള് മെന്റൽ എക്സസൈസ് ആണ് അല്ലെ പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്ന് വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഈ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യമില്ല, ഇത് ഓർമ്മയിൽ വരണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ആൻസർ പേപ്പറിലേക്ക് വരണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തോരം പ്രോസസ്സിലൂടെ നടക്കണം. അത്രയും പ്രോസസ്സിലൂടെ പോണെങ്കിൽ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പഠിച്ചതിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? വൃത്തിക്ക് പഠിച്ചിട്ടില്ല. വൃത്തിക്ക് പഠിക്കാത്ത എന്തുകൊണ്ടാണ്? എവിടെന്നാ അതിന്റെ അറ്റവും മൂലം അറിയാം എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും നല്ല മാർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ജയിക്കത്ത് പോലും ഉണ്ടാവില്ല, തോറ്റു പോകാനും സാധ്യതയുണ്ട്. സോ പഠനം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു മെന്റൽ എക്സസൈസ് ആണ്. അത് ആദ്യം തന്നെ മനസ്സിൽ വിട്ടോ. എല്ലാ ചെറിയ ക്ലാസ്സിലെ പിള്ളേരും മനസ്സിലിട്ടോ. ബ്രെയിൻ ഏറ്റവും കൂടുതൽ എനർജി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ലേണിംഗ് പ്രോസസ് അല്ലെ? ശ്രീപ്രിയ? നല്ല രീതിയിൽ ബ്രെയിൻ എനർജി എടുക്കും. കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ 1/4 എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. ആ ബ്രെയിൻ വെച്ചേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ അത്രത്തോളം എനർജി നമ്മുടെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. കാരണം ഓക്സിജന്റെ സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസ് പല ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ വെള്ളം കുടിക്കണം. സോ അതുകൊണ്ടാണ് ഈ നല്ല പഠിപ്പിസ്റ്റുകളെ ശ്രദ്ധിച്ചാൽ മതി. അവരൊരു ബോട്ടിൽ വെള്ളം ഇട്ടേ പഠിക്കാൻ ഇരിക്കത്തുള്ളൂ. പഠിപ്പിസ്റ്റുകളല്ലാത്തവരുടെ അടുത്ത് ബോട്ടിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നോട്ട്ബുക്ക് പോലും ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയാണ് പഠിക്കാത്ത ആൾക്കാർ. പക്ഷെ നല്ല പഠിപ്പിസ്റ്റുകളെ ശ്രദ്ധിച്ചോ, അവരൊരു ബോട്ടിൽ വെള്ളം കൊണ്ടിരിക്കും. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഒരു ബോട്ടിൽ ഉണ്ടാവും. കാരണം അവർക്കറിയാം വെള്ളത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. കാരണം അത്രത്തോളം ബ്രെയിനിന് എക്സസൈസ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രെയിനിന് ഭയങ്കരമായിട്ടുമുള്ള
എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സാം പഠനം എന്നൊക്കെ പറയുന്നത്. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ എങ്ങനെ നമുക്ക് ബ്രെയിനിനെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാം. കാരണം ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഓർഗന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രെയിൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്ത് എന്ത് പറയാൻ പറ്റുമോ? എന്താ ബ്രെയിൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ബ്രെയിൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം? ഞാൻ പറഞ്ഞു പഠിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് എനർജി എടുക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. സോ ബ്രെയിനിന് എന്ത് ഇഷ്ടമല്ല സത്യത്തില്? പഠിക്കുന്നത്. അതെ, ലേണിംഗ് ഏതെങ്കിലും ബ്രെയിൻ ഇഷ്ടമാണോ? സത്യം പറയണേ, എന്റെ ബ്രെയിനിന് ലേണിംഗ് ഇഷ്ടമാണോ എന്നൊന്നും പറയരുത്. എനിക്കറിയാം എല്ലാവർക്കും മടിയുണ്ടത്. ഈ പറയുന്ന എനിക്ക് പോലും നല്ല മടിയുണ്ട് ഇല്ലേ? ഏതെങ്കിലും ബ്രെയിനിന് ലേണിംഗ് ഇഷ്ടമാണോ? സത്യം പറയണേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഇല്ല, അതേടാ ഇല്ല. അല്ല, കാരണം എന്തുകൊണ്ടാ? ഇനി ഞാൻ പറയാം കാരണം എന്തുകൊണ്ടാ ബ്രെയിനിന് ലേണിംഗ് ഇഷ്ടമല്ലാത്തത്. കാരണം ഒരേ ഒരു റീസണേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നു പഠിക്കുന്ന സമയത്ത്. എന്ത്? ബ്രെയിൻ അല്ലെ? നമ്മുടെ തലച്ചോറ് ഭയങ്കരമായിട്ടുള്ള എനർജി കൺസ്യൂം ചെയ്യും. കാരണം അതുകൊണ്ടാണ് നമുക്ക് മടി വരുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കുറെ പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? കുറെ നേരം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് നേരം പഠിക്കുമ്പോൾ വലിയ ചേച്ചിമാരുണ്ടെങ്കിൽ അവർക്ക് പറയാം. നിങ്ങൾ ചെറിയ കുട്ടികൾ ഉറക്കം, ഹെഡ് പെയിൻ, തലവേദന. ഒരാൾക്ക് തലവേദന വരും, ഒരാൾക്ക് ഉറക്കം വരും. പിന്നെ വേറെ ബ്രെയിൻ പറയും വെരി ഗുഡ്. ബ്രെയിൻ പറയും ഇന്ന് ഇത്രയും മതി പഠിച്ചത്, പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ പോയിട്ട് വേറെ വല്ല പണിയും ചെയ്യണമെന്ന് പറയും. അവിടെയാണ് കാർത്തികയെ പിടിക്കേണ്ടത്. അങ്ങനെ ബ്രെയിൻ പറയുമ്പോ ബ്രെയിനോട് പറ, നീ പോയി കിടന്നോ, ഞാൻ കിടക്കില്ല, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്ന സ്ഥലത്താണ് നമ്മൾ വിജയിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മൾ ബ്രെയിൻ പറയുന്നത് അതേപടി കേൾക്കും അല്ലേ? തീർത്താ നമ്മളിപ്പോ പറയാ ഉറക്കം വന്ന്, എന്നാ ശരി ഇതൊക്കെ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി ഡേ. അപ്പൊ ബുക്കൊക്കെ അത് ഇങ്ങനെ എടുത്തിട്ട് അല്ലെ ഇങ്ങനെ അടച്ച് ഒരു മൂലയിലേക്ക് വെച്ചു, നേരെ പോയി കിടന്നു. കഴിഞ്ഞു, പഠനം കഴിഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ നിങ്ങൾ ബ്രെയിനിനോട് നോ പറയണം. എന്ത് പറയണം? എന്താ പറയേണ്ടത്? നീ വേണമെങ്കിൽ കിടന്നോ, ഞാൻ കിടക്കത്തില്ല, ഞാൻ പഠിച്ചിട്ടേ കിടക്കുള്ളൂ എന്ന് പറയാനായിട്ടുള്ള മൈൻഡ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു പിള്ളേരെ. ഇനി എങ്ങനെ നമുക്ക് അങ്ങനെ ബ്രെയിനിനോട് പറയാം? ബ്രെയിനിനെ എങ്ങനെ ഷാർപ്പ് ചെയ്യാം? നമുക്ക് പോയാലോ? നമുക്കറിയണ്ടേ ബ്രെയിനിനെ ഷാർപ്പ് ചെയ്യണ്ടേ? ഷാർപ്പ് ചെയ്താലോ എല്ലാവരുടെയും ബ്രെയിനിനെ. സോ ബ്രെയിനിനെ ഷാർപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറ്റുന്നവരത് എഴുതിയെടുക്കുക. കാരണം ഇത് പറയുന്ന കാര്യങ്ങൾ മറന്നു പോകാനായിട്ടുള്ള സാധ്യത നന്നായിട്ടുണ്ട്. സോ ഒരു പേനയും നോട്ട്ബുക്കും എപ്പോഴും കയ്യിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എഴുതാനായിട്ട് പാരന്റ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, തീർത്ഥയ്ക്കൊക്കെ സ്വന്തമായിട്ട് എഴുതാം. അനുശ്രീ, കാർത്തികിനൊക്കെ സ്വന്തമായിട്ട് എഴുതാം. അൻവിത കുട്ടീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇന്ദിരാമ ചില കാര്യങ്ങൾ പറയുമ്പോൾ. ഓക്കെ, ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കും കേട്ടോ, ഓരോന്ന് എഴുതി വെച്ചതിന്റെ. എനിക്ക് കൃത്യ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും എല്ലാത്തിനും. ഓക്കെ, ഇപ്പോഴേ പറഞ്ഞേക്കണം. അപ്പം വലിയ പിള്ളേരായി, ഇനി എഴുത്തൊക്കെ കറക്റ്റ് ആയിരിക്കണം. സോ നമ്മള് എങ്ങനെ നമുക്ക് ബ്രെയിനെ ഷാർപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, സെറ്റ് ഗോൾസ്. SET, സെറ്റ് ഗോൾസ്. GOALS, സെറ്റ് ഗോൾസ്. എന്താണ് സെറ്റ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാൾ പറയാം, എല്ലാരും കൂടി പറയണ്ട, ഒരാളൊന്ന് വേഗം അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ. സെറ്റ് ഗോൾസ്. ലക്ഷ്യങ്ങളെ തയ്യാറാക്കി വെക്കണം. ലക്ഷ്യങ്ങൾ തയ്യാറാക്കി വെക്കുക. ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിന്തിക്കണേ, നാളെ രാവിലെ, ഇന്ന് കഴിഞ്ഞു ക്ലാസ് കഴിയണേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വിഷുചേട്ടന്റെ ക്ലാസ് കഴിഞ്ഞു, സോ നാളെ മോർണിംഗ് എണീറ്റ് പഠിക്കാം നിങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ തീർത്ഥയാണ് അങ്ങനെ തീരുമാനിച്ചത്. തീർത്ത രാവിലെ എണീറ്റേക്ക് തീർത്തേക്ക് എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞൂടാ. തീർത്ത എന്ത് പഠിക്കും? എന്താ പഠിക്കുക? എവിടെ നിന്ന് തുടങ്ങും? എല്ലാത്തിനും തീർത്തേക്ക് ഡൗട്ടാണ്. അങ്ങനെ വന്നിട്ടുണ്ടോ തീർത്ത? എവിടെ നിന്ന് തുടങ്ങണം എന്ന് തീർത്തേക്ക് അറിഞ്ഞൂടാ. ഒരറ്റവും പോലും ഇല്ലാതെ തീർത്തിരിക്കുന്നു. അപ്പം തീർത്ത് ശ്രദ്ധിക്കുക. എല്ലാരും തീർത്തേന്നല്ല, എല്ലാരും ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോ തന്നെ നാളെ രാവിലെ എന്ത് പഠിക്കണം എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അതാണ് സെറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ. നാളെ സയൻസ് ആണെങ്കിൽ സയൻസ്, നാളെ മാത്സ് ആണെങ്കിൽ മാത്സ്. ആദ്യം അത് തീരുമാനിക്കുക. ഞാൻ നാളെ എന്താണ് പഠിക്കാൻ പോകുന്നത്? മനസ്സിലായോ? ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്? അവിടെയാണ് സെറ്റ് ഗോൾസിന്റെ ഇമ്പോർട്ടൻസ്. വെറുതെ ഗോൾ വെറുതെ സെറ്റ് ഗോൾസ് എന്ന് മാത്രം എഴുതി വെക്കരുത്. ഞാൻ നാളെ എന്താണ് പഠിക്കാൻ പോകുന്നത്,
അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം. ക്ലിയർ കട്ടുള്ള ഗോൾ ഉണ്ടെങ്കിൽ സോ നോ പ്രോബ്ലം, നാളെ നിങ്ങൾ ആ സാധനം പഠിച്ചിരിക്കും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഞാൻ നാളെ രാവിലെ എനിക്ക് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ? രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയാലോ? രണ്ടാമത്തെ എഴുതിക്കോ. രണ്ടാമത്തെ എഴുതുമ്പം ശ്രദ്ധിക്കുക, യൂസ് എഴുത്, USE, യൂസ് എ പ്ലാനർ. പ്ലാനർ PLANNER, യൂസ് എ പ്ലാനർ. സ്പെല്ലിംഗ് പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ പിള്ളേരെ. PLANNER, യൂസ് എ പ്ലാനർ. എഴുതിയോ? രണ്ടാമത്തെ ഗോള് യൂസ് എ പ്ലാനർ. യൂസ് എ പ്ലാനർ. എന്താണ് യൂസ് എ പ്ലാനർ? കാർത്തിക് പറഞ്ഞു. ഇനി ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, യൂസ് എ പ്ലാനർ എന്ന് വെച്ചാൽ എന്താ? എന്താ യൂസ് എ പ്ലാനർ? പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, വിഷയമായിട്ട് ആദ്യം ഗോളിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഗോള് പ്ലാനിങ് അല്ലേ? ഗോൾ ഒരിക്കലും പ്ലാനിങ് അല്ല. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അനുശ്രീനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ എന്താണെന്ന് അറിയാം അനുശ്രീ? അപ്പൊ നമ്മുടെ അനുശ്രീ നാളെ മാത്സ് പഠിക്കാൻ പോവാൻ തീരുമാനിച്ചു. അത് അനുശ്രീയുടെ ഗോളാണ് അല്ലേ? അല്ല അനുശ്രീ, അനുശ്രീയുടെ ഗോളാണ്. സോ നാളെ മാത്സിലെ ഏത് ചാപ്റ്റർ ആണ് അനുശ്രീ പഠിക്കാൻ പോകുന്നത് തീരുമാനിച്ചോ? ഇല്ല. അതെന്തില് വരും? കാർത്തികിന് പറയാമോ? പ്ലാനിങ്ങിൽ വരും. സോ നമ്മൾ സബ്ജക്റ്റ് തീരുമാനിച്ചുള്ളൂ അല്ലെ? മാത്സ് ആണ് പഠിക്കാൻ പോകുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചുള്ളൂ. പക്ഷെ മാത്സിൽ ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കേണ്ടത്? പ്ലാനറിലൂടെ അല്ലേ? പ്ലാനറിലൂടെയാണ് അല്ലെ? അപ്പൊ പ്ലാനറിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഏത് ചാപ്റ്റർ ആണ്, വിച്ച് ചാപ്റ്റർ ഞാൻ പഠിക്കാൻ പോകുന്നത്, ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്ട്, പ്ലാനർ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാൻ പോകുന്നത്, ആ സബ്ജക്റ്റിലെ ഏത് ചാപ്റ്റർ ആണ് എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവുക. സോ അതാണ് പ്ലാനർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്ലാനർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനർ നമ്മൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് പ്ലാനർ. ഓക്കെ, അടുത്ത ടിപ്പിലേക്ക് പോയാലോ? ഓക്കെ, റിവാർഡിംഗ് സിസ്റ്റം. റിവാർഡിംഗ് REWARDING. ഇത് എഴുതാത്തവന്മാരെല്ലാം പഠിക്കും. എന്നാ ഒന്നുകൂടി സ്പെല്ലിംഗ് വേണോ? REWARDING, റിവാർഡിംഗ് സിസ്റ്റം. എഴുതിയോ? ഇത് ഞാൻ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ശരിയാണോ നോക്കോ. കറക്റ്റ് ആണ്, റിവാർഡിംഗ് സിസ്റ്റം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു പവർ പോയിന്റ് ആയിട്ട് തരാതെ എന്താണെന്ന് അറിയോ? നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാനാ. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അതിനെയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. റിവാർഡിംഗ് സിസ്റ്റം. അനുശ്രീ എഴുതുന്നുണ്ടോ? അനശ്വര എഴുതുന്നുണ്ടോ? അനശ്വര പോയി. എഴുതുന്നുണ്ടോ എന്ന് വെച്ചപ്പോ തന്നെ അനശ്വര പോയി കളഞ്ഞു. ഓക്കെ, ദേവശ്രുതി എഴുതുന്നുണ്ടോ? എല്ലാരും എഴുതണേ. റിവാർഡിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ആദ്യം എന്താ നമ്മൾ പറഞ്ഞ? ഒരു ഗോൾ സെറ്റ് ചെയ്യണം അല്ലെ? ഗോൾ എന്താ? നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് അല്ലേ പിള്ളേരെ? രണ്ടാമത്തെ എന്താ പറഞ്ഞ? യൂസ് എ പ്ലാനർ. നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ ചാപ്റ്റർ ഏതാണെന്നുള്ളതാണ് പ്ലാനറിൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? ശരിയല്ലേ? മൂന്നാമത്തെ കാര്യമാണ് റിവാർഡിംഗ് സിസ്റ്റം. എന്താണെന്ന് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എന്നെ നോക്കി, ഇനി എഴുതൊന്നും വേണ്ട, എന്നെ ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എന്നെ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. ഞാൻ രാവിലെ എണീറ്റ് ഞാൻ പഠിച്ചത് മാത്സിന്റെ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്യണം. എന്നെ തന്നെ റിവാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മിഠായി മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ചെറിയ മിഠായി മേടിച്ചിട്ട് നമ്മൾ തന്നെ കഴിച്ചിട്ട് പറയാ വെരി ഗുഡ്. നമ്മളെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് പറയണം, വെരി ഗുഡ്, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു, നീ മാത്സിലെ ഇന്ന ചാപ്റ്റർ പഠിച്ചു തീർത്തു, നിനക്ക് ഒരു മിഠായി നീ തന്നെ കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾക്ക് തന്നെ നമ്മളൊരു മിഠായിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ അമ്മോട് പറയാ, അമ്മ എനിക്ക് ഇന്ന സാധനം ഇഷ്ടം, വലിയ സാധനങ്ങളൊന്നും പറയരുത്, ചെറിയ എന്തെങ്കിലും, അമ്മ ഒരു മാഗി ഉണ്ടാക്കി തരുമോ, കാരണം ഞാൻ മാത്സിൽ ഇന്ന ചാപ്റ്റർ പഠിച്ചു തീർത്തു, സോ എനിക്ക് എന്നെ തന്നെ റിവാർഡ് ചെയ്യണം. ഈ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ കാർത്തിക്? അതാണ് റിവാർഡിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്നേഹിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാരും, ഞാൻ ഒരു ക്ലാസ്സിൽ കാർത്തികനൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാരും മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് നടക്കുന്നത്, നമ്മൾ ഒരിക്കലും നമ്മളെ സ്നേഹിക്കാറില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്.
പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് ദേവശ്രുതി? പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അമ്മോടോ അല്ലെങ്കിൽ അച്ഛനോടോ ഒരു 5 രൂപ വല്ലതും മേടിച്ചിട്ട് ഒരു ചെറിയ മിഠായി മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം? ചെറിയ ഡയറി മിൽക്ക് ഒക്കെ കിട്ടും 5 രൂപയുടെ. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ കഴിച്ചിട്ട് പറയാ, ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് തന്നെ പറയണേ. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ പറയണേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു, മാത്സിന് ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തു. അപ്പം എന്ത് ചെയ്യാ, ഒരു ചെറിയ ഡയറി മിൽക്ക് മേടിച്ച് കഴിക്കാം. ഞാൻ പറയണ പിള്ളേരെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് നിങ്ങൾക്ക് എന്താണ്ട് വലിയ സാധനം കിട്ടിയ പോലെയും. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. വെറുതെ ഡയറി മിൽക്ക് മേടിച്ചു പോയി കഴിക്കരുത്. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ വല്ല പറഞ്ഞാൽ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ ക്ലാസ്സിൽ കയറ്റത്തില്ല. കാരണം ഈ ഗോൾ സെറ്റ് ചെയ്യാതെ പ്ലാനർ സെറ്റ് ചെയ്യാതെ നേരെ പോയിട്ട് കടയിൽ പോയിട്ട് ഡയറി മിൽക്ക് മേടിച്ച് കഴിച്ചിട്ട് നീ നിന്നെ തന്നെ റിവാർഡ് ചെയ്തു എന്ന് പറയരുത്. അങ്ങനെയല്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ വെറുതെ കടയിൽ പോയി മേടിക്കരുത് കേട്ടോ അനുശ്വര. വെറുതെ കടയിൽ പോയി ഡയറി മിൽക്ക് മേടിച്ച് കഴിച്ചിട്ട് ഞാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്തു, ഞാൻ പഠിച്ചു കഴിഞ്ഞു അങ്ങനത്തെ സിസ്റ്റമേ നമുക്ക് വേണ്ട. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു മിഠായി മേടിച്ച് കഴിച്ച് സ്വന്തമായിട്ട് റിവാർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എല്ലാവർക്കും ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് ചോദിക്കാം. ഡൗട്ട് ഉള്ള ഏരിയ മാറ്റി വെക്കുക. ഓക്കെ. അടുത്ത കാര്യം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യം കയറും. ആദ്യം നിങ്ങൾ എഴുത് അക്കൗണ്ടബിലിറ്റി. സ്പെല്ലിംഗ് ഞാൻ പറയാം. എഴുതിയ ACC എഴുതിയോ? ACC 2 പ്രാവശ്യം C എഴുതുക. OUN എഴുതിയോ? TABILITY കറക്റ്റ് ആണോ? എല്ലാരും എഴുതിയോ? ഒന്നുകൂടെ പറയാം. ACC OUNTABI അക്കൗണ്ടബിലിറ്റി എന്നല്ലേ? BI എഴുതിയോ? LITY കിട്ടിയില്ലേ? BILITY ശ്രദ്ധിച്ചേ, എഴുതിയില്ലേ? ഓക്കെ. അക്കൗണ്ടബിലിറ്റി ഇതെന്താണെന്ന് ശ്രദ്ധിച്ചേ. കാർത്തിക് എന്നെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവസാനം നോക്കാം, പേടിക്കണ്ട, റെഡിയാകാം. നീ ക്ലാസ് ശ്രദ്ധിക്കണേ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? അക്കൗണ്ടബിലിറ്റി ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്താണ് അക്കൗണ്ടബിലിറ്റിയുടെ അർത്ഥം എന്നുള്ളത്? എന്താണ് അക്കൗണ്ടബിലിറ്റി? അനുശ്രീക്ക് അറിയോ അക്കൗണ്ടബിലിറ്റി എന്താന്നുള്ളത്? അനുശ്രീ മോളെ അറിയോ? അക്ഷര ഇത്തിരി വലിയ ആളല്ലേ. എന്താണ് അക്ഷര അക്കൗണ്ടബിലിറ്റി? ആർക്കും പറഞ്ഞോട്. അക്ഷര എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6-ലായിട്ടുള്ള അക്ഷര. ഓക്കെ. അപ്പൊ അക്ഷര പറയണ്ട, ഞാൻ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് എപ്പോഴും ഒരു പ്രതിബദ്ധത എന്ന് പറയില്ലേ നമ്മൾ. എന്താണ്? നമുക്ക് ഒരാളോട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇപ്പൊ റെസ്പോൺസിബിൾ ആവേണ്ടത് ആരോടാണ്? നിങ്ങൾ ആരോടെ ഇപ്പൊ റെസ്പോൺസിബിൾ ആവേണ്ടത്? അതെനിക്ക് പറഞ്ഞോ. ആരോടാ നിങ്ങൾ റെസ്പോൺസിബിൾ ആവേണ്ടത്? മാതാപിതാക്കൾ, അച്ഛനും അമ്മയോടും അല്ലേ? അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്ന ആൾക്കാരോടാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവേണ്ടത്. ശ്രദ്ധിക്ക്, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ആദ്യം നിങ്ങൾ എന്താ ഗോള് സെറ്റ് ചെയ്തു, രണ്ടാമത് എന്താ നിങ്ങൾ ചെയ്തേ പറഞ്ഞേ? പ്ലാനർ സെറ്റ് ചെയ്തു. മൂന്നാമത് എന്താ നിങ്ങൾ ചെയ്തേ? റിവാർഡ് ചെയ്തു അല്ലെ? നാലാമത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെ, ഞാൻ എന്താ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആവുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞുതരാം. പഠിക്കാൻ പോകുമ്പോഴേ വെറുതെ ഇരുന്ന് പഠിക്കരുത്. അച്ഛനോടും അമ്മോടും പറയാ, ഞാൻ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്, മാത്സിലെ ഇന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, അച്ഛനും അമ്മയും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയാ. ഇത് ആർക്കെങ്കിലും ഇഷ്ടമാണോ അങ്ങനെ പറയുന്നത്? സത്യം പറഞ്ഞോണം. ഇഷ്ടമാണല്ലേ? തീർത്തേക്ക് ഇഷ്ടമാണ്. തീർത്ത അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. തീർത്തേക്ക് ഇഷ്ടമാണോ അത് പറയുന്നത്? ഓക്കെ, ഇഷ്ടമാണ്. തീർത്തേക്ക് ഇഷ്ടമാണ്. കാർത്തികിന് ഇഷ്ടമാണോ? കൃഷ്ണദാസിന് ഇഷ്ടമാണോ? കാർത്തികിന് ഇഷ്ടമാണോ? കാർത്തിക്കാണ് മോനെ അടിപൊളി, എല്ലാം കൃത്യമായിട്ട് പറയും. ഓക്കെ, അക്ഷരക്ക് ഇഷ്ടമാണോ? അനുശ്രീ ഇഷ്ടമാണ്. ദേവശ്രുതിയോട് ഞാൻ ചോദിച്ചോ, ദേവശ്രുതിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഞാൻ കേട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി പറയാറില്ല.
ഒത്തിരി പറയാറില്ല. ഓക്കെ, ഏകദേശം മിക്സഡ് റിയാക്ഷൻ ആണ്. കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ഒട്ടും ഇഷ്ടമല്ല, ചിലവർക്ക് അവിടെ ഇഷ്ടമാണ്, ഇടയ്ക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണ്. സോ ഞാൻ പറയാം, ഇത് നിങ്ങൾ അച്ഛനോടും അമ്മോടും പറയേണ്ടത്. ഞാൻ പറയാം, അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ. നിങ്ങളുടെ അച്ഛനമ്മമാര് ആ ഭാഗത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവരോടൊന്ന് എന്നെ കേൾക്കാൻ പറയാ. എനിക്ക് പറയാനുള്ള കാര്യം, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പ്രഷർ ചെയ്യാനല്ല പറയുന്നത്, കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ പിള്ളേരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പിള്ളേരോട് ആദ്യം പറഞ്ഞോട്ടെ, അച്ഛനോടോ അമ്മോടോ വന്നിട്ട് പറയണം, ഞാൻ മാത്സോ സയൻസോ പഠിക്കാൻ പോവാണ്, ഈ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അത് അറിയണം എന്നില്ല, അല്ലെ? ചില അച്ഛനമ്മമാർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവുള്ളൂ, എന്തും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പറയണം, അമ്മ അല്ലെങ്കിൽ അച്ഛ, ഞാൻ സ്റ്റഡി റൂമിലേക്ക് പോവാണ്, ഞാൻ പഠിക്കാനിരിക്കുകയാണ്, ഇടയ്ക്ക് വന്നിട്ട് എന്നോടൊന്ന് ചോദിക്കണം, ഞാനിത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നോ. നിങ്ങൾ എടുത്ത് പറയാം, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും അടുത്തുണ്ടെങ്കിൽ അവർ കേൾക്കണം. ഒരിക്കലും കുട്ടികളോട് ചൂടാവാനോ ബഹളം ഉണ്ടാക്കാനോ അല്ല പറയുന്നത്. അവര് പഠിച്ചോ എന്നുള്ള ജസ്റ്റ് മോണിറ്ററിങ് മാത്രം, അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അവരുടെ മെക്കിട്ട് കയറാനോ, നീ എന്തുകൊണ്ട് പഠിച്ചില്ല, നിനക്ക് പഠിക്കാനല്ലേ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഒരിക്കലും അത് പറയാൻ പാടില്ല. ജസ്റ്റ് മോണിറ്ററിങ് ഉള്ളി. ആ മോണിറ്ററിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അവരോട് ഇടയ്ക്ക് വെച്ച് ചോദിക്കുക, നീ ഞങ്ങളോട് പറഞ്ഞ കാര്യം നീ പഠിച്ച് തീർത്തോ ഇല്ലയോ. നിങ്ങളുടെ മറുപടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. ഒരിക്കലും കള്ളത്തരം പറയരുത്. അമ്മ ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, ഇനിയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, ഇനിയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇവിടെ ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇടയ്ക്ക് വന്ന് നിങ്ങളെ നോക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരോട് അക്കൗണ്ടബിൾ ആവും? ഒരാള് പറഞ്ഞേ. പേരൻസ്. കാരണം നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. പാരന്റ്സിനോട് എനിക്ക് പ്രത്യേക വാണിംഗ്, ഒരു കാര്യം ഞാൻ പറയാം. പാരന്റ്സിനോട് ഒരിക്കലും ഇത് പിള്ളേരുടെ മെക്കിട്ട് കയറാനായിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കരുത്. ആദ്യം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആദ്യം അവരോട് ചെന്ന് പറയണം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരോട്. അമ്മ ഞാൻ മാത്സ് പഠിക്കാൻ പോവാണ്, ഞാൻ ഇന്ന മുറിയിൽ ഉണ്ടാവും എന്ന് പറയണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ അമ്മോട് പറയണം, അമ്മ ഇടയ്ക്കൊന്നും എന്നെ നോക്കണം, ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾ അവരോട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളോട് ഒന്നും കൂടി സ്നേഹം കൂടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളോട് ഒന്നും കൂടി റെസ്പെക്ട്ഫുൾ ആവും. കാരണം ഒരിക്കലും ഒരു കുട്ടി അവിടെ ഒരു അമ്മയോട് അച്ഛൻ്റെ അടുത്ത് ഒന്നും പറയില്ല, ഞാൻ പഠിക്കാൻ പോവാണ്, ഞാൻ ഇന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നതെന്ന് ഒരു കുട്ടി ലോകത്ത് പറയില്ല. പറയുന്നവരുണ്ട്, പക്ഷെ തീർത്ത പറയാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കൃഷ്ണദാസും പറയാറുണ്ട്. അപ്പം പറയാത്തവര് പറയാ. അക്ഷര ഒന്ന് അമ്മയോടോ അച്ഛനോടോ ഒന്ന് പോയി പറയണം, അനുശ്രീ, ദേവശ്രുതി, കാർത്തികേ, അച്ഛനോടോ അമ്മോടോ ഒന്ന് ഇടയ്ക്ക് പോയി പറയണം. നീ അങ്ങോട്ട് പോയി പറയണം, ഞാൻ പഠിക്കാൻ പോവാണ്. എന്താണ് പറയുന്ന ഇഷ്ടമല്ലാണ്ടല്ല, ചില സമയത്താണെങ്കിൽ ഇപ്പൊ പഠിച്ചില്ലെന്ന് പറയുകയാണെങ്കിൽ അവര് ചുമ്മായിട്ട് മെക്കെട്ട്. അവരോട് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടാവൂലേ, അമ്മ ആ ഭാഗത്ത് ഉണ്ടാവൂലേ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അവര്. ഞാൻ പറയുന്നത് എല്ലാ പാരന്റ്സും കേൾക്കണേ, പിള്ളേര് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു മിനിറ്റ്, കുട്ടികൾക്ക് ഇഷ്ടം പറയാനുണ്ട് കേട്ടോ. പേരൻസിനോട് പറയണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈ വെക്കണ്ടേ. പിള്ളേരെ സന്തോഷം കണ്ടോ നീ, പേരൻസ് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴേ. അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള വിദ്യാഭ്യാസമേ പറ്റത്തുള്ളൂ. പിള്ളേരുടെ സന്തോഷമുള്ള നമ്മുടെ സന്തോഷം. ഓക്കെ, പക്ഷെ ഞാൻ പിള്ളേരോട് ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഇതൊരിക്കലും നിങ്ങൾ അക്കൗണ്ടബിലിറ്റി എന്നുള്ള സാധനം എടുത്തിട്ട് വിഷ്ണുചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പാരന്റ്സ് ഞങ്ങളോട് ചൂടാകരുത്, അങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ അമ്മ ഞാൻ ഇന്ന സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്, ഇടയ്ക്കൊന്നും തന്നെ വന്ന് നോക്കിയാൽ മതി എന്ന് മാത്രം പറയാം. കാരണം എന്താ വെച്ചാൽ അവര് വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. അതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതാണ് അക്കൗണ്ടബിലിറ്റിയുടെ അർത്ഥം. ഇനി അടുത്തത് ഫ്ലെക്സിബിലിറ്റി. എഴുതിയ ഫ്ലെക്സിബിലിറ്റി, FLE, XI, BI, LI, TY, ഫ്ലെക്സിബിലിറ്റി. ഒന്നും കൂടി പറയാം, FLE, X ആണ്, XI, BI എഴുതിയോ, LI, TY, ഫ്ലെക്സിബിലിറ്റി. എല്ലാരും എഴുതിയോ? B for bat. B അല്ല, B. വിഷ്ണു ഞാൻ പറയാം, LITY. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി. അപ്പൊ പഠിക്കുന്ന ഷെഡ്യൂൾ ഇനി എന്നെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്ലെക്സിബിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. എന്താന്ന് മനസ്സിലായോ? 25 മിനിറ്റേ പഠിക്കാൻ പാടുള്ളൂ.
എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും കൂടി 25 മിനിറ്റ് എന്നല്ല, ഒരു സബ്ജക്റ്റിന് എടുക്കേണ്ട സമയമാണ് 25 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് എന്ത് ചെയ്യണം പറയാൻ പറ്റുമോ? റെസ്റ്റ്, ബ്രേക്ക് എടുക്കണം. ബ്രേക്ക്. വെരി ഗുഡ്. ബ്രേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരാൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? 5 മിനിറ്റ്സ് ബ്രേക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഫോൺ നോക്കരുത്. വെരി ഗുഡ്. വെള്ളം കുടിക്കരുത്, ഫോൺ നോക്കരുത്. വെരി ഗുഡ് പിള്ളേരെ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരങ്ങൾ തന്നെ. വെള്ളം കുടിക്കണം, ഫോൺ നോക്കരുത്. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ നടത്തമാവാം. നടത്തം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കസിൻസിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കോ പോകാനല്ല പറയുന്നത്. ആ വീടിന്റെ ഗേറ്റോ അല്ലെങ്കിൽ ആ പരിസരത്തിലോ ഒന്ന് വെറുതെ നടക്കുക, അത്രേ ഉള്ളൂ. തിരിച്ച് 5 മിനിറ്റ്, കൃത്യം 5 മിനിറ്റ്. 6ാമത്തെ മിനിറ്റ് എവിടെ ഉണ്ടാവണം? തിരിച്ച് സ്റ്റഡി ടേബിളിൽ ഉണ്ടാവണം. പിന്നെയും 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ടെക്നിക് ഇൻ ദ വേൾഡ്. കാരണം അത് ചെയ്തവർ എല്ലാ ലോകത്ത് ടോപ്പ് നമ്പർ 1 പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ 25 മിനിറ്റ് സ്റ്റഡി, 5 മിനിറ്റ്സ് ബ്രേക്ക്. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 25 മിനിറ്റ് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, 5 മിനിറ്റ് ബ്രേക്ക്. പാരന്റ്സ് വീട്ടില് അമ്മ ജോലിയില്ലാതെ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കുട്ടികൾ ഒരിക്കലും അരമണിക്കൂർ മുകളിലൊന്നും ഇരുത്താൻ പാടില്ല. 5 മിനിറ്റ്സ് അവരെ ബ്രേക്ക് എടുപ്പിക്കുക. അത് അങ്ങനെ ചെയ്താലേ ബ്രെയിനിന് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒറ്റ സ്ട്രെച്ചിന് ഇത് പഠിക്കേണ്ട. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, എല്ലാവരും ഇത് പറയുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 25 മിനിറ്റിന് ഇത് പഠിക്കണം. വേറെ ഒരു പരിപാടിയും ചെയ്യരുത് ആ 25 മിനിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, കാർത്തിക് അല്ലേ? എന്തോ? ഓക്കെ, സുശീലൻ എന്താ പറഞ്ഞേ? കേട്ടില്ല. ഒരു മിനിറ്റ് ഇപ്പൊ പറയാ. എന്നെ കേൾക്കുന്ന? ചെറിയൊരു ക്ലിയർ അല്ല. ക്ലിയർ. വിഷ്ണു കേക്കത്തില്ല കേട്ടോ. ഇന്ന് ഒരു മിനിറ്റ് നെറ്റ്
ഹലോ, എല്ലാരും കേൾക്കുന്നുണ്ടോ? സോറി, എന്റെ നെറ്റ് ഇടയ്ക്ക് കട്ടായി പോയെ. ഇപ്പൊ ക്ലിയർ അല്ലേ പിള്ളേരെ? കേക്കാം കേക്കാം. വിഷ്ണു ഓക്കെ ചേട്ടൻ എന്റെ ആ, അടുത്ത് കേക്കാം ഓക്കെ കേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ സോ അടുത്ത് ഞാൻ നമ്മള് ഫ്ലെക്സിബിലിറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? എന്റെ ആ അടുത്ത് ആ 25 മിനിറ്റ്സ് സ്റ്റഡി, 5 മിനിറ്റ്സ് എന്താണ്? ആ 25 മിനിറ്റ്സ് സ്റ്റഡി, 5 മിനിറ്റ്സ് ബ്രേക്ക്. ഓക്കെ, അടുത്തത് ഇനി 2-3 സ്റ്റെപ്പും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിന്റെ എല്ലാം കഴിയും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഓവറോൾ ആയിട്ട് അത് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എഴുതല്ലേ, ഞാൻ പറയുന്നത് തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് എഴുതാം. അതും പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ രാവിലെ തലേദിവസം കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഞാൻ പറഞ്ഞത് ഒരു ഗോൾ ഉണ്ടാവണം അല്ലെ? ഗോൾ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗോള് മാത്രമാണോ? അല്ല, പ്ലാൻ ചെയ്യണം. ആ അതെ മോളെ, പ്ലാൻ ഉണ്ടാവണം. മൂന്നാമത് എന്താ പറഞ്ഞേ? റിവാർഡിംഗ് സിസ്റ്റം. സ്വന്തമായിട്ട് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വയമായിട്ട് എന്ത് ചെയ്യണം? ഒരു മിഠായി മേടിച്ച് കഴിക്കണം അല്ലെ? പിന്നെ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റി. ആ, അച്ഛനും അമ്മോടും അക്കൗണ്ടബിൾ ആയിട്ട് പഠിക്കുക. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് ബ്രേക്ക്. ആ ഇനി നമുക്ക് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ശ്രദ്ധിക്കണേ, ഇനി ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ എങ്ങനെ എക്സാം ഫിയർ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കണം. ഇത് എഴുതല്ലേ, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതിയെ. ഇപ്പൊ എഴുതല്ലേ, ഞാൻ പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു വലിയ വേർഡാ. റിവ്യൂ യുവർ പ്രോഗ്രസ്. എഴുതല്ലേ, റിവ്യൂ യുവർ പ്രോഗ്രസ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ കാര്യം എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റിവൈസ് ആണോടാ റിവ്യൂ? റിവ്യൂ യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ച ഒന്നുകൂടെ വ്യൂ ചെയ്ത് നമ്മൾ ചെയ്ത കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീറ്റു, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലെ? ഇപ്പൊ 8 മണിയാകുമ്പോൾ ഈ ക്ലാസ് കഴിയും, ഞാൻ ഭക്ഷണം കഴിക്കും. ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഞാൻ ഉറങ്ങും അല്ലെ? ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ചെയ്യും? ഞാൻ ഇന്ന് നടന്ന കാര്യം ഒന്ന് ആലോചിക്കും. ഇന്ന് എന്റെ എയിമിലുള്ള എല്ലാം തീർന്നോ? സ്മൈൽ സാധനയിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയോ? ക്ലാസ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ പഠിച്ചിട്ടാണോ ക്ലാസ് എടുത്തത്? എന്റെ മനസ്സ് പറയും. പിന്നെ ഞാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ട്. സോ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ രാവിലെ എണീറ്റ് ഗോള് സെറ്റ് ചെയ്തു, പ്ലാൻ ചെയ്തു, റിവാർഡ് ചെയ്തു, അക്കൗണ്ടബിൾ ആയി, ഫ്ലെക്സിബിലിറ്റി, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തോ എന്ന് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ നോക്കണം. അതാണ് റിവ്യൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ രാവിലെ എണീറ്റ് ഗോള് സെറ്റ് ചെയ്തു, പഠിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു, റിവൈസ് ചെയ്തു, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഇനി ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അക്ഷര, ജസ്റ്റ് എക്സാമ്പിൾ ആണോ മോളെ. അക്ഷര രാവിലെ എണീറ്റ് ഗോളൊക്കെ സെറ്റ് ചെയ്തു, പക്ഷെ പഠിച്ചൊന്നുമില്ല, ഒന്നും ചെയ്തില്ല. അക്ഷര വെറുതെ ടിവിയും കണ്ടു, ഫോണും നോക്കി സമയം കളഞ്ഞെന്ന് വിചാരിക്കുക. അക്ഷര എന്നിട്ട് കിടക്കാൻ പോയി. അപ്പൊ എന്തായിരിക്കും അക്ഷര സംഭവിക്കാൻ പോകുന്നത്? റിവ്യൂ ചെയ്യുമ്പോൾ അക്ഷരയ്ക്ക് എന്തായിരിക്കും തോന്നുന്നത്? അക്ഷരയ്ക്ക് ഒന്ന് പറയാമോ? സങ്കടം. എന്താണ് അക്ഷര? നമുക്കൊന്നും കേട്ടില്ല. സങ്കടം ഉണ്ടാവും, ഒന്നും ചെയ്തില്ല ഇത്രയും. വെരി ഗുഡ്. അതാണ് അതേപോലെ എനിക്ക് കറക്റ്റ് പോയിന്റ് ആണ് ഈ പറഞ്ഞത്. സങ്കടം ഉണ്ടാവും. ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് സാധനവും പറഞ്ഞത്. അതാണ് പോയിന്റ്. സങ്കടം ഭയങ്കരമായിട്ടും വരും. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇന്നത്തെ ദിവസം എന്റെ വെറുതെ പോയി. ടെൻഷൻ വരും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പറയത്തില്ല അല്ലെ? ടെൻഷൻ വരും, വിഷമം വരും, വെറുതെ ഒരു ദിവസം എന്റെ പോയി എന്നുള്ള ചിന്ത വരും. സോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു ദിവസം ചെയ്തിരിക്കണം, വെറുതെ ഒരു ദിവസം കളയരുത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റിവ്യൂ യുവർ പ്രോഗ്രസ്. അപ്പൊ എഴുതി ഇംഗ്ലീഷില് എഴുതിയേ REVIEW എഴുതിയോ? REVIEW റിവ്യൂ.
REVIEW. എഴുതിയോ? റിവ്യൂ യുവർ, YOUR, അതെല്ലാവർക്കും അറിയാലോ. YOUR, യുവർ. പ്രോഗ്രസ്, പ്രോഗ്രസ്, പ്രോഗ്രസ്. PROGRESS, അതെല്ലാവർക്കും അറിയാലോ എന്റെ സ്പെല്ലിംഗ്. PROGRESS. ഓക്കെ, റിവ്യൂ യുവർ പ്രോഗ്രസ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. സോ ഇനി 2 സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താം. എന്നിട്ട് നമുക്ക് എങ്ങനെ ആങ്സൈറ്റിനെ ഡീൽ ചെയ്യാന്ന് പറയാം. അത് നിങ്ങൾ എഴുതിയെടുക്കണ്ട, കേട്ടാ മതി. അടുത്തത് എഴുതല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. അതിന്റെ അർത്ഥം എന്താ? സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. ബേസിക് കാര്യങ്ങൾ നമ്മൾ ഒരു ബേസിക് വെച്ചിട്ടല്ല, ബേസിക് വെച്ച് തുടങ്ങാം. ഞാനൊരു ഇനി അക്ഷരയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? ആദ്യം ചെറിയ കാര്യത്തിൽ നിന്നും വലുതിലേക്ക് തുടങ്ങും. വെരി ഗുഡ്. അതാണ് ആദ്യം തുടങ്ങേണ്ടത്, എപ്പോഴും ചെറിയ കാര്യമാണ്, എന്നിട്ട് മാത്രം വലുതിലേക്ക് പോവാം. ഞാനൊരു ഉദാഹരണം പറയാം. ഗോൾ സെറ്റ് ചെയ്യുമ്പോഴേ പിള്ളേരെ 2 പേജ് പഠിച്ചാൽ മതി ഒരു ദിവസം. എന്നിട്ട് പയ്യെ പയ്യെ എത്ര പേജ് ആക്കുക? 3, 4, 5, 6. അതെങ്ങനെ? പ്രോഗ്രസ്. അതെ, പയ്യെ പയ്യെ കൊണ്ടുവരിക. അതാണ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക, ഒരിക്കലും വലിയ രീതിയിൽ തുടങ്ങാൻ ശ്രമിക്കരുത്. വലിയ രീതിയിൽ തുടങ്ങിയുള്ള പ്രശ്നം ഞാൻ ഇപ്പൊ തന്നെ പറയാം. വലിയ രീതിയിൽ തുടങ്ങും, ആദ്യത്തെ ദിവസം ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഇന്ന് ഞാനിത് തീർക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒരു പേജ് പോലും വായിക്കൂല, എന്നിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും, ഒരു തീർക്കൂല. സോ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഇടരുത്. ഇന്ന് ഞാനിത് തീർക്കും, ഈ ബുക്ക് ഞാനിന്ന് തീർത്തിട്ടേ ഇരിക്കുള്ളൂ എന്നൊക്കെ പറയും. ഈ ബുക്കിന്റെ ഫ്രണ്ട് തുറക്കുമ്പോ തന്നെ ഇത് ഇത്ര ഉണ്ടാ, നാളെ വല്ല നോക്കാം, അങ്ങനെയാവും. അതുകൊണ്ട് എന്ത് വലിയ സബ്ജക്റ്റ് ആണെങ്കിലും, ലോകത്ത് എന്ത് വലിയ സബ്ജക്റ്റ് ആണെങ്കിലും, ബോറടിപ്പിക്കുന്ന എന്താണെങ്കിലും, ഞാൻ ഇപ്പോഴേ പറയാം, ബേസിക്കിൽ നിന്ന് തുടങ്ങുക. വളരെ ചെറുതായിട്ട് തുടങ്ങുക, ചെറിയ രീതിയിൽ പഠിക്കുക. പഠിച്ച് 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 പയ്യെ പയ്യെ അതിന്റെ എന്ത് ചെയ്യാൻ നോക്കുക. അത് പയ്യെ പയ്യെ പ്രോഗ്രസ് കൂടുന്തോറും എന്ത് ചെയ്യുക, അത് പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടുവരിക. ഒറ്റയടിക്ക് തുടങ്ങരുത്. സോ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. എഴുതിക്കോ എല്ലാരും. സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. എല്ലാരും എഴുതിയില്ലേ? എഴുതിയോ എല്ലാരും? ഓക്കെ. സോ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടിയും പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, സ്ലീപ്പ് വെൽ. എഴുതല്ലേ, സ്ലീപ്പ് വെൽ എന്ന് വെച്ചാൽ എന്താ? നന്നായി ഉറങ്ങുക. നന്നായി ഉറങ്ങുക. അതെ, നന്നായി ഉറങ്ങുക. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. ഈ പ്രായത്തില് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഒരു 11, 12, 13, 14, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ കൂടുതൽ. നിങ്ങൾക്ക് ഒരു 7 to 8 hours സ്ലീപ്പ് മസ്റ്റ് ആണ് ജീവിതത്തിൽ. 7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക. ഒരു 9, 10 മണിക്കുള്ളിൽ കിടക്കാൻ നോക്കുക. രാവിലെ ഒരു 5:30, 6 മണിക്കുള്ളിൽ എണീക്കാൻ ശ്രമിക്കുക. കുട്ടി സാധനം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പലരും നേരത്തെ എണീക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് ബ്രെയിനിന് ഭയങ്കരമായിട്ടുള്ള എനർജി എടുക്കും. സോ ആ ബ്രെയിൻ എനർജി എടുക്കണമെങ്കിൽ ബ്രെയിനിന് നന്നായിട്ട് പ്രവർത്തിക്കണം. ബ്രെയിനിന് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ 2 സാധനങ്ങൾ വേണം. ഒന്ന് നല്ല ഫുഡ്, 2 എന്താ വേണ്ടത് ബ്രെയിനിന്? നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല ഉറക്കം. നിങ്ങൾക്ക് അതെ, നല്ല ഉറക്കം കിട്ടണം. കാരണം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ എന്ത് സംഭവിക്കും? പറഞ്ഞ് അതെ അതെ അതെ, നമ്മള് ഭയങ്കര നമുക്ക് ആ ദിവസം നമ്മൾ ചെയ്തതിന്റെ എല്ലാ ഭാരമാകും. പക്ഷെ റെസ്റ്റ് എടുക്കാതിരിക്കുമ്പോ തലയ്ക്ക് അതിന്റെ എല്ലാം കൂടി ആ ഒരു എഫേർട്ട് എടുത്തതിന്റെ നമ്മുടെ തലയിൽ കാണും. അതെ അതെ. പിന്നെ എനിക്ക് നമ്മുടെ ധന്യ ടീച്ചറാണെന്ന് തോന്നുന്നു, രാത്രിയിൽ ഫോണും ടിവിയും കണ്ടാൽ ഉറങ്ങാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാരന്റ്സ് ആരും നിങ്ങൾക്ക് ഫോൺ തരത്തില്ല എന്നുള്ള എന്റെ ഒരു വിശ്വാസമാണ്. രാത്രി ഉറങ്ങാൻ നേരത്തെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് വളരെ ഡേഞ്ചറാണ്. സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ഫോണും ഗാഡ്ജറ്റും മാറ്റി വെച്ചിരിക്കണം. ഒരിക്കലും ഫോൺ നോക്കി കിടക്കരുത്, അത് ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും. സോ സ്ലീപ്പ് വെൽ, 7 hours സ്ലീപ്പ് മസ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എഴുതിയേ സ്ലീപ്പ് വെൽ. അതും കൂടി ഒന്ന് എഴുതിയേ, സ്ലീപ്പ് വെൽ.
എത്ര നേരമായി സ്ലീപ്പ് വെല്ല്? 7 hours 7 മണിക്കൂറേ. ഓക്കെ, സോ ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ ചെയ്യേണ്ടത്. നിസ്സാരമാണോ ഇത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഈസി ആണോ? സത്യം പറയണേ, ഒൺലി സത്യം. ചെയ്ത് തുടങ്ങുമ്പോ ഒരു പേടിയും ഒരു ഇതൊക്കെ വരും, ഒരു നമുക്ക് പറ്റൂലെന്നൊക്കെ ഉള്ളത്. അതെ, കറക്റ്റ്, വെരി ഗുഡ്. കൃത്യം പോയിന്റ് ആണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിടുക. കംഫർട്ട് സോൺ വിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കാർത്തിക് പറഞ്ഞ പോലെ ഒരു പേടിയും ഭയമൊക്കെ വരും. ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുവോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കിത് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് എല്ലാവരുടെ അടുത്തൊന്നും കിട്ടണം. ഓക്കെ, അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. പാരന്റ്സ് പ്രത്യേകിച്ച് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുക. നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞേ? ഗോൾ സെറ്റ് ചെയ്യാം. പിന്നെ ഓക്കെ മക്കളെ, ഓക്കെ. സ്ലീപ്പ് വെൽ, ഇതോടെ നമ്മുടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പഴേ അതെന്റെ ഉറപ്പാണ്, 100% ഗ്യാരണ്ടി തരാം. ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് വലിയ പരീക്ഷ ലോകത്തിൽ പാസ്സാവാൻ പറ്റും. ഒന്നും അതീതമല്ല. നീറ്റ് ഗീറ്റ് എല്ലാം പാസ്സാവാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് പോകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് അവസാനത്തെ പാർട്ടിലേക്ക് വരാം. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ അവസാനത്തെ പാർട്ടിൽ എനിക്ക് പറയാനുള്ളത്, പരീക്ഷ അടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, പഠിച്ചില്ല, നാളെ പരീക്ഷയാണ്, 4 ചാപ്റ്ററും കൂടി ഉണ്ട്, എന്ത് ചെയ്യും? അത് ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കാത്ത ആൾക്കാരെയാണ് പറയുന്നത്. അത്യാവശ്യം പഠിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. നന്നായി പഠിക്കുന്നവർക്കും ടെൻഷൻ ആയിരിക്കും. 2 ദിവസം മുന്നേ സമയം കിട്ടിയതാ, മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഇനി എക്സാമിന് കുറച്ച് നേരമേ ഉള്ളൂ, നാളെ എക്സാം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, എത്ര ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. എക്സാം പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ മാറുമോ? ടീച്ചറുടെ ക്വസ്റ്റ്യൻ മാറുമോ? അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കും. ഇല്ല, ടീച്ചറിന്റെ അലമാരിയിൽ അതുണ്ടാവും. രാവിലെ അത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ നിങ്ങൾ അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല, വന്നതുപോലെ കാണാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠിച്ചതൊക്കെ എന്തായാലും ഉണ്ടാവും, അത് എന്നെ കൊണ്ട് വൃത്തിക്ക് എഴുതാൻ പറ്റും, പഠിക്കാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും പഠിച്ചിട്ടില്ല, അയ്യോ അമ്മ ഞാൻ പഠിച്ചിട്ടില്ല, അമ്മയും അച്ഛനെയും ടെൻഷൻ അടുപ്പിച്ച് അവരെയും കരയിപ്പിച്ച് നിങ്ങളും കരഞ്ഞ് ഒരാവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് പോകും. അപ്പൊ അമ്മ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെ പറയും, അച്ഛൻ പുറത്തിരുന്ന് എന്തൊക്കെ പറയും, നിങ്ങൾ അതെല്ലാം കേട്ട് കിടന്നുറങ്ങും. രാവിലെ നിങ്ങൾ എക്സാമിന് പോകും, ഒടുക്കത്തെ ടെൻഷൻ, പഠിച്ചതും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ ഒരിക്കലും പഠിച്ചിട്ടില്ലെങ്കിൽ അച്ഛനോട് അമ്മോടും പറയാൻ നിൽക്കരുത് പഠിച്ചിട്ടില്ല എന്നുള്ളത്. അത് തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഉടായ്വ് പറയണല്ല, ഒരിക്കലും അവരോട് പോയി പറയരുത് പഠിച്ചിട്ടില്ല. മനസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല. അന്നടുത്ത് വെച്ച് കാണാം, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ നന്നായിട്ട് ചെയ്യും എന്നുള്ള ഒരു സെറ്റ് മൈൻഡ് ഉണ്ടാക്കുക. ഒരിക്കലും അയ്യോ എന്ന് പറഞ്ഞ് നടക്കരുത്. എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് പറ്റിയ അബദ്ധമാണ്, പഠിക്കാതെ പോയി എഴുതാറുണ്ട് ചില പരീക്ഷകൾ. അത് എന്റെ അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. അമ്മയുടെ വായിന്ന് കേൾക്കണേന് ഒരു ഇതുമില്ലാത്ത രീതിയിൽ ചീത്ത വയ്ക്കും. സോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, പഠിക്കാത്തത് നിങ്ങളുടെ തെറ്റ്, അത് നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ മാത്രം തെറ്റ്. അതിനകത്ത് അച്ഛനും അമ്മയും കുറ്റക്കാരും അല്ല, ടീച്ചറും കുറ്റക്കാരും ഇല്ല. അവിടെ കുറ്റക്കാരനും കുറ്റക്കാരിയും നിങ്ങൾ തന്നെ അല്ലേ, വേറെ ആരും കുറ്റക്കാരനും കുറ്റക്കാരിയല്ല. സോ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും മനസ്സിൽ വിചാരിച്ചാൽ മതി, പഠിച്ചതുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ വൃത്തിക്ക് എഴുതും, നെക്സ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് സ്ട്രെസ് തോന്നുമ്പോൾ കണ്ണടച്ച് കുറച്ചു നേരം ശാന്തമായിട്ട് ഇരിക്കുക, ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം കൃത്യമായിട്ട് പുറത്തേക്കും അകത്തേക്കും വിട്ട് അത് കൃത്യമായിട്ട് നോക്കി കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഒരു കാര്യം എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി മാക്സിമം നമ്മൾ ചെയ്യുന്ന ആൾ എക്സാമിന്. പഠിക്കാത്ത ഏരിയന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വൃത്തിക്ക് ചെയ്യും എന്നുള്ള പക്കാ കോൺഫിഡൻസ്, ഹൈ കോൺഫിഡൻസ് ലെവലും വിത്ത് മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിക്കും പിറ്റേ ദിവസം. എന്തായിരിക്കും അത്ഭുതം എന്ന് പറയാൻ പറ്റുമോ?
നല്ല റിസൾട്ട്. നല്ല റിസൾട്ട്. യെസ്, ദാറ്റ്സ് കറക്റ്റ്. നല്ല റിസൾട്ട് സംഭവിക്കും അവിടെ. അത് ഭയങ്കര പോസിറ്റീവായിട്ട് നിന്നാൽ മാത്രമേ നല്ല റിസൾട്ട് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ വരും. ശ്രദ്ധിച്ചോ, നിങ്ങൾ നെഗറ്റീവായിട്ട് ആ പരീക്ഷയ്ക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും 5 എണ്ണം നിങ്ങളുടെ കണ്ണിൽ. ചിന്തിച്ചാൽ നമുക്ക് പ്രശ്നം വരും. എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പ്രശ്നം വരും? അതാരാടാ പറഞ്ഞേ? വരത്തില്ലെന്നാ പറഞ്ഞത്. വരത്തില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്ക്, അത് എല്ലാവരും ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അച്ഛനോടും അമ്മോടും ചെന്നിട്ട് അമ്മ അച്ഛ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല, പഠിച്ചതിന്ന് വൃത്തിക്ക് ചെയ്തോളാം, പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കിയെടുക്കുക. അത് കാമായിട്ട് പറയാ, അമ്മ സോറി, നെക്സ്റ്റ് ടൈം പഠിച്ചിട്ട് എഴുതിക്കോളാം. ഇത് പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖം മാറുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് കുറച്ചും കൂടി വാത്സല്യം കൂടും. ഒരിക്കലും അവർ ചൂടാവത്തില്ല. ചിലപ്പോ ചൂടാവത്തില്ലെന്ന് പറയുന്നില്ല, ചിലപ്പോ നല്ലത് പറയും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കി, അച്ഛ അമ്മ ഞാൻ പഠിച്ചില്ല, അത് വളരെ വിഷമത്തോടെ പറയാ. എന്ന് പറഞ്ഞ എങ്ങാനെങ്കിലും ഇത് പഠിക്കാതെ പോയിട്ട് ഇത് മന്ത്രമാക്കാനല്ല ഞാൻ പറയുന്നത്. എങ്ങാനെങ്കിലും എവിടെയെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അച്ഛ അമ്മ ഞാൻ പഠിച്ചിട്ടില്ല, സോറി, നെക്സ്റ്റ് ടൈം ഞാൻ നന്നായി പഠിച്ചോളാം, ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, സോറി അച്ഛ അമ്മ എന്ന് പറയാ. ഓക്കെ, എന്നിട്ട് പരീക്ഷയ്ക്ക് പോവാ. അപ്പൊ അവർക്ക് ഇത്തിരി സ്നേഹം ഉണ്ടാവും. ഇതെന്താണെന്നറിയാം സംഭവിക്കുന്നത്? ചില സമയത്ത് നിങ്ങൾ ഒന്നും പറയാതെ വിട്ടുകളയും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ? ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ കിടന്ന് നിങ്ങൾ പറയും. അപ്പൊ നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങളെ ചീത്ത പറയും. ഓക്കെ, നിങ്ങൾ എന്താ അവരെ കുറ്റപ്പെടുത്തും? നിങ്ങൾ പഠിക്കാത്തതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ തെറ്റ്, ഞാൻ പഠിച്ചിട്ടില്ല, സോറി, നെക്സ്റ്റ് ടൈം ഞാൻ പഠിച്ചോളാം, ഈ പ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കണം എന്ന് പറയാ. എന്നിട്ട് പരീക്ഷയ്ക്ക് പോവാ. പിന്നെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിള്ളേരെ, പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും സ്വയമായിട്ട് കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, എനിക്ക് ബുദ്ധിയില്ല, ഞാൻ പഠിക്കാൻ കഴിവില്ലാത്തവനാണ്, അവളെ കണ്ടില്ല, അവൾ നന്നായി പഠിക്കും, എനിക്ക് അവളുടെ അത്ര പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. സ്വയമായിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഇന്നെന്നല്ല, നാളെ എവിടെ എത്തിയാലും ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അങ്ങനെ തോന്നിയ അപ്പൊ കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്ത വന്നാൽ ഒരു നടക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ചുനേരം കണ്ണടച്ചിരിക്കുക, ധ്യാനം ചെയ്യുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഗുരുവിന്റെ ഏതെങ്കിലും മൊഴികൾ കേൾക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഗുരു ഗീതങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് വായിക്കാൻ ശ്രമിക്കുക, ശിവശതകോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൃതികൾ വായിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും സ്വയമായിട്ട് കുറ്റപ്പെടുത്തരുത്. എന്നെ ഒന്നിനും കൊണ്ട് കൊള്ളൂല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളൂലാത്തവനാണ്, അവൻ നന്നായി പഠിക്കും, ഇവള് നന്നായി പഠിക്കും, ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പാരിസൺ ചെയ്യരുത്. വളരെ തെറ്റാണ്. കാരണം നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് കണ്ടാൽ നമ്മുടെ ലുക്ക് തന്നെ മാറും, നമുക്ക് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്പിയറൻസ് വരും. സോ നമ്മൾ ഒരാൾ കാണുമ്പോൾ തന്നെ പറയും, എന്ത് ഇവൻ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ ചോദിക്കും. സോ നമ്മളെപ്പോഴും പറയേണ്ടത്, പഠിച്ചില്ല, ഓക്കെ, അടുത്ത പ്രാവശ്യം പഠിക്കും, ഇപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നന്നായിട്ട് ചെയ്യും. അങ്ങനെ പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റും ഉണ്ടാക്കിയെടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, എക്സാം നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും, നല്ലൊരു പാർട്ണറിനെ പോലെ നമ്മളോട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ എക്സാം നമ്മുടെ ഒരു വില്ലനായി മാറാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആർക്കും ഒന്നുമില്ലേ ഡൗട്ട്സ് ഒന്നും? പാരന്റ്സ് ആരുമില്ലേ? അപ്പോ ഞാൻ അപ്പൊ കാർത്തികിനൊന്നുമില്ല, ആർക്കും ഇല്ല, ഡൗട്ട്സുകളൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഓക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. തീർത്താ? മറ്റേ സ്ട്രെസ്സിന്റെ എങ്ങനെ കുറയ്ക്കണ്ടേന്നില്ല, അതൊന്നും കൂടെ ഒന്ന് പറയാമോ? അത് പറയാം. സ്ട്രെസ് എങ്ങനെ കുറയ്ക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പാസ്റ്റിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പഠിച്ചു, ചിലപ്പോൾ നിങ്ങൾ 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ എന്താണ്, നീ ഒന്നും പഠിക്കണില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഞാനൊരു വേസ്റ്റ് ആണ്, അങ്ങനെ ഒരിക്കലും നമ്മളെ ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് നമ്മൾ നന്നായിട്ട് ചെയ്യും. പഠിക്കാത്തത് ഓക്കെ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തീർത്ത ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ ആ തീർത്തൊക്കെ അറിയാം, തീർത്തയുടെ തെറ്റാണെന്ന് അറിയാം. പക്ഷെ ഒരിക്കലും തീർത്തനെ കുറ്റപ്പെടുത്തരുത്, ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ തീർത്ത എപ്പോഴെങ്കിലും പഠിക്കാതെ പോയിട്ട്? ചെയ്തിട്ടില്ല, അമ്മ വഴക്ക് പറഞ്ഞു.
അമ്മ തീർത്തേനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ സ്വയമായിട്ട്? ഞാൻ അങ്ങനെ ചോദിക്കണ്ടേ. ആ അത് ചെയ്യരുതെന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോയോ? ഒരു മിനിറ്റ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പാസ്റ്റിലേക്ക് പോകരുത്. 2 ദിവസം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ നന്നായി പഠിച്ചേനെ. ഇതിപ്പം എനിക്ക് 4-5 ദിവസമേ ഉള്ളൂ, എനിക്ക് ദിവസങ്ങളൊന്നും കിട്ടിയില്ല, ഇനി നാളെ രാവിലെ എക്സാം ആണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത്രയും നമ്മൾ ചെയ്യുക. ആ പഠിച്ചതിന് നമ്മൾ വൃത്തിക്ക് ചെയ്യുക. ഒരിക്കലും നമ്മൾ പാസ്റ്റിലേക്ക് പോകരുത്. പാസ്റ്റിലേക്ക് പോകുമ്പോൾ അത് വൻ ഡേഞ്ചർ ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും പാസ്റ്റ്, ഞാൻ പറയുമ്പോൾ കാർത്തികിന്റെ മുഖമൊക്കെ പോകുന്നുണ്ട്. കാരണം ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ പാസ്റ്റിലേക്ക് പോകും. 2 ദിവസവും കൂടി കിട്ടിയാൽ മതിയായിരുന്നു, ഇത് ഞാൻ പഠിച്ചു തീർത്തേനെ. അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടില്ല എന്ന് പറയരുത്. അപ്പം അങ്ങനെ ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ എനിക്ക് വേറൊരു കാര്യം മനുഷ്യരോട് പറയാനുള്ളത്, പാസ്റ്റ് ചിന്ത എടുത്ത് കളയുക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ സ്വയമായിട്ട് കുറ്റപ്പെടുത്തരുത്. മൂന്നാമത്തെ കാര്യം, സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത്, ചിലപ്പോൾ ചീത്ത കേൾക്കുന്നേ ഉള്ളൂ, അച്ഛനോടും അമ്മോടും പോയി പറയുക, ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ സാധിച്ചിട്ടുള്ളൂ, ഓക്കെ, ബാക്കി ഞാൻ അടുത്ത എക്സാമിന് ചെയ്തോളാം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെ ഈ 4 പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം സ്ട്രെസ് കുറയ്ക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മള് പലതിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകും. അപ്പൊ അതിനെ എങ്ങനെയാ നമ്മൾ തടഞ്ഞു നിർത്തേണ്ടത്? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ശ്രദ്ധേനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതല്ലേ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം എല്ലാവരും. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതെനിക്ക് അറിയണം, ഇതെന്താണെന്ന് അറിയണം. അങ്ങനെ ഒരു ഫുൾ ക്യൂരിയോസിറ്റി മൈൻഡ് ജനറേറ്റ് ചെയ്തെടുക്കുക. വെറുതെ പോയിട്ട് വെറുതെ വായിക്കരുത് ഒരു കാര്യം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് ഇന്നതാണ്, ഈ സബ്ജക്ട് ഇന്നതിനെ കുറിച്ചാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ക്യൂരിയസ് ആവും. ക്യൂരിയസ് ആകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ക്യൂരിയസ് ആവാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും കോർ പോയിന്റ്. ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക, പിന്നെ അറിയാനായിട്ടുള്ള വ്യഗ്രത അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ 2 കാര്യം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ടോട്ടലി അതിനകത്തേക്കാവും. ഇനി നീ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ടിവിയിൽ സീരിയലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാർട്ടൂണോ അതിന്റെ ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീറ്റ് പോവാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, PFC അഥവാ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അതിനോട് നോ, ഓർമ്മയുണ്ടല്ലേ? നോ 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 നോ, അത് ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. പറയുക, ഞാനിപ്പോ എണീറ്റ് പോകത്തില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ എണീക്കില്ല, ഞാൻ പഠിക്കും. കാരണം അതിന് എപ്പോ വേണമെങ്കിലും എനിക്ക് TV വരുമ്പോ കാണാം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ കാണാം. അതിപ്പോ എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഞാൻ പഠിക്കാൻ പോവാണ്. സോ ഞാൻ ഇപ്പൊ ഇരുന്ന് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമ്മൾ അവിടെ ഇരുന്നോളും. ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, മനസ്സിനെ തടഞ്ഞു നിർത്തുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മുടെ കൈ വേറെ എന്തിലോട്ടെങ്കിലും പോകും. അപ്പൊ ആ കൈയെ നമ്മൾ എങ്ങനെ അടക്കി ഒതുക്കി വെക്കും? ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാം. നമ്മുടെ മൈൻഡിനെ നമ്മളിപ്പം ശ്രദ്ധ പോവാതെ ഇങ്ങനെ വെക്കാന്ന് നമ്മളിപ്പം വിശ്വസിച്ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ അതിലോട്ടെങ്കിലും പോകും. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ കൈ വേറെ എന്തിലോട്ടെങ്കിലും, നമ്മുടെ കൈയല്ലേ ഉദ്ദേശിച്ചത്? ഹാൻഡ് അല്ലെ? നമ്മുടെ കൈ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? കാർത്തിക്, പഠിക്കാൻ നേരത്ത് പടം വരയ്ക്കാൻ തോന്നും, അപ്പൊ പടം വരയ്ക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിനെ നമ്മൾ എഴുതാൻ തോന്നും, സൈൻ ചെയ്യാൻ തോന്നും. മനസ്സിലായി. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ടീച്ചർ പറഞ്ഞു അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഒരിക്കലും പഠിക്കുന്ന പുസ്തകവും
നമ്മൾ പഠിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ നോട്ടും ഒരു റഫ് ബുക്കും അല്ലാതെ വേറൊരു സാധനം ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. സ്റ്റഡി ടേബിൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം. കാരണം സ്റ്റഡി ടേബിളിൽ കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോ എനിക്ക് സംഭവിക്കാറുണ്ട്, എനിക്ക് നന്നായിട്ട് സംഭവിക്കാറുണ്ട്. എന്റെ കൈ പല സ്ഥലങ്ങളിലേക്ക് പോകും. പലതും നോക്കുമ്പോൾ കണ്ണ് അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും, അതെടുത്ത് വായിക്കാൻ ശ്രമിക്കും. സോ എപ്പോഴും സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കി വെക്കുക. അവിടെ രണ്ട് കാര്യങ്ങൾ മതി കാർത്തികേ. പഠിക്കാൻ പോകുന്ന പുസ്തകം, അതിനൊരു ചെറിയ നോട്ട്, അതിനൊരു പേന, അത്രയും മതി. അപ്പൊ അതാവുമ്പോ കൈ അധികം സ്ഥലങ്ങളിലേക്ക് പോവില്ല. അത് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സോ ഇതൊന്ന് ഒന്നും കൂടി ഞാൻ പറയാം. ഒരു ഗോൾ ഉണ്ടാവണം. ചോദിക്കാൻ കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോമൺ ആണ്. അത് കാർത്തികിന്റെ മാത്രം പ്രശ്നമല്ല, ഞാനൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് പഠിക്കാനിരിക്കുമ്പോൾ കൈ പല സ്ഥലങ്ങളിലേക്ക് പോകും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ? പഠിക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ബെഡിൽ കൊണ്ടേ വെക്കും. ചിലപ്പോൾ എന്റെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ബുക്കോ പേനയോ മാത്രമേ ആ ടേബിളിൽ ഉണ്ടാവുള്ളൂ. അത് വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്താൽ മതി. എനിക്കിത് വീട്ടിൽ വെച്ച് മാത്രമല്ല, എനിക്ക് സ്കൂളിൽ വെച്ച് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റഫ് ബുക്ക് എടുത്ത് പടം വരയ്ക്കാനും അങ്ങനെയൊക്കെ. അതെന്താണെന്നറിയോ? നീ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിരിക്കുന്നില്ല, പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ഓടുന്നോണ്ടാണത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ മതി. ഇപ്പൊ തന്നെ ചിലപ്പോൾ നമ്മുടെ പ്രായത്തിൽ നമുക്ക് 10 മിനിറ്റ്സ് ഒന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണ് വേഗം തുറന്നു പോകും. 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ലേ? രണ്ടാമത്തെ കാര്യം പുസ്തകം വായിക്കാം. പുസ്തകം വായിക്കാറുണ്ടോ? പുസ്തകം വായിക്കണ ആളല്ലേ കാർത്തിക്? അത്യാവശ്യം പക്ഷെ അതൊന്ന് കൂട്ടിക്കൊണ്ട് വരിക. ഫുൾ ടൈം ഫ്രീ കിട്ടുന്ന സമയത്ത് ഫോണോ ടിവിയോ കാണാതെ പുസ്തകം വായിക്കുക. ഫുൾ അറ്റൻഷൻ പുസ്തകത്തിലേക്ക് കൊടുക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു കാർത്തികെ, കൃത്യമായിട്ട് അതൊരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ആ ശ്രദ്ധ നിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് പഠിക്കുന്ന ടേബിൾ ക്ലീൻ ആക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കാർത്തികിനെ പോലെ ഒരാള് പ്രത്യേകിച്ച് പഠിക്കുന്ന ടേബിളിൽ വേറെ ഒന്നും പാടില്ല, പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയും ജനറേറ്റ് ചെയ്യുക. ഓക്കെ ശരി. ഓക്കെ, എന്നിട്ട് എന്നോടൊന്ന് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലാസ് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരാൾ പറഞ്ഞാൽ മതി. പ്ലാൻ ചെയ്യാം. മൂന്നാമത്തെ കാര്യം റിവാർഡിംഗ് സിസ്റ്റം. നാലാമത്തെ കാര്യം അക്കൗണ്ടബിലിറ്റി. പിന്നെ അഞ്ചാമത്തെ കാര്യം ഫ്ലെക്സിബിലിറ്റി. ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം ഓക്കെ, വെരി ഗുഡ്. എട്ടാമത്തെ കാര്യം ഇത്ര എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഈ പറഞ്ഞതില്? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ഇതെല്ലാവരും മോണിറ്റർ ചെയ്യുക. പ്രത്യേകിച്ച് പാരന്റ്സ്, കുട്ടികൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ മക്കളെ എപ്പോഴും ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് റെസ്റ്റ്, ബ്രേക്ക്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ശ്രദ്ധിക്കുക. അച്ഛനോടോ അമ്മോടോ പഠിക്കാനിരിക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് പറയുക. അവർ ജസ്റ്റ് വന്ന് നോക്കിയാൽ മതി. ഒരിക്കലും കുട്ടികളെ ചീത്ത പറയരുത്. ജസ്റ്റ് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഇത്രയും ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു കാര്യം, എക്സാമിന്റെ തലേ ദിവസം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ ഇത്രയും പഠിച്ചില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ഇനി ഇത്ര ഉണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, എക്സാം വരാൻ പോവാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എന്തും ആയിക്കോട്ടെ, പഠിച്ചത് നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു ഒറ്റ മൈൻഡിൽ പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ ബാക്കി നിങ്ങള് നമ്മുടെ ഗുരുദേവനോടും പ്രാർത്ഥിക്കുക, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. സോ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഹയർ ഗോളിലേക്ക് എത്താൻ പറ്റും. സോ എല്ലാവരും എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ അവസരം ഒരുക്കി തന്ന ധന്യ ടീച്ചർക്കും, ബെൻസാൽ സാറിനും, രമേശ് ചേട്ടനും, നീരജ് ചേച്ചിക്കും, പിന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷാൽ ചേച്ചിയോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തുകയാണ്. നന്ദി, നമസ്തേ. നന്ദി, നമസ്തേ, തൃപ്പാദ ജയം. നന്ദി, നമസ്തേ, തൃപ്പാദ ജയം. കാർത്തികേ, താങ്ക് യു സർ. നന്ദി, നമസ്തേ, തൃപ്പാദ. ക്ലാസ് ഇഷ്ടപ്പെട്ടോന്നൊന്ന് പറയണ്ടേ എല്ലാരും? ക്ലാസ് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ്. അച്ഛനും
പഠിക്കാൻ നേരത്ത് എന്തൊക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു.